لا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ അസ് എന്ന സഹാബിയോട്, യാ അബ്ദുല്ലാഹ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയണം, ലാ തകുൻ മിസ്ല ഫുലാൻ, നീ ഒരാളെ പോലെ ആകരുത്. അയാൾ എന്താ ചെയ്യുന്നത്? കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ, അയാൾ രാത്രി നിസ്കരിക്കലുണ്ടായിരുന്നു, പിന്നെ അത് ഒഴിവാക്കി. അതുപോലെ ആവരുത് എന്ന് പറഞ്ഞു. ഇതിപ്പോ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യമാണ് ആ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്തായ കാര്യത്തെപ്പറ്റി എന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പതിവായി ചെയ്യുന്നതാണ്. നമ്മളൊക്കെ കേട്ടതല്ലേ അത്? അഹബ്ബുൽ അഅമാൽ ഇലല്ലാഹ്, അമലുകളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്വാമു, അത് പതിവായി ചെയ്യാം. ഇപ്പൊ ഇവിടെ രാത്രി നിസ്കാരം പറഞ്ഞു, ചില സമയത്ത് കുറേ നിസ്കരിക്കുക, പിന്നെ അത് പറ്റണ്ട ഒഴിവാക്കുക. അപ്പോൾ ചില സമയത്ത് നിസ്കരിക്കുന്നത് മോശമായിട്ടല്ല പറഞ്ഞു, സുന്നത്തല്ലേ, എപ്പോഴും ചെയ്യാലോ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ ഏറ്റവും ഇഷ്ടം ഏതാണ്? പതിവാക്കലാണ്. അത് നമുക്ക് കഴിയുന്നത് അത് മതി. ഇതിപ്പോൾ രാത്രി നിസ്കാരത്തിൻ്റെ മാത്രമല്ല, ഏത് വിഷയം. പരിശുദ്ധ റമദാനിൽ നമ്മൾ രാത്രി നിസ്കാരമൊക്കെ നിർവഹിച്ചല്ലോ, പിന്നെ അതോടുകൂടിയാണ് ഇട്ടു, ഇനിയില്ല, ഇനി അടുത്ത റമദാൻ വരെ, അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു തുടർച്ച. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ എന്നും കുറച്ച് ഓതുക. ഇതുപോലെ നോമ്പ് കഴിയുമെങ്കിൽ മാസത്തിൽ 3 എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ കാലാകാലം നോമ്പെടുക്കുന്ന പോലെയാണ്. എത്ര പ്രതിഫലമുള്ള കാര്യമാണ്. 365 ദിവസവും നോമ്പെടുക്കുന്ന മാതിരി മാസത്തിൽ 3 എണ്ണം എടുത്താൽ മതി. ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ അത് പതിവാക്കാറോ, ഒന്നുകിൽ വല്ല വരിസംഖ്യ കൊടുക്കുക, ഒരു പതിവാണല്ലോ, പതിവാക്കുക. അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അർഹതപ്പെട്ട ആൾക്ക് എന്തെങ്കിലും കൊടുക്കുക. അത് പലരും ചെയ്യും, അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ റബ്ബിന് ഇഷ്ടം പതിവായി ചെയ്യുന്നത്. അതിന് കുറവാണെങ്കിൽ പതിവാക്കുക എന്നുള്ളത്. അപ്പം ഇതിവിടെ സുന്നത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ പിന്നെ ഫർളിൻ്റെ കാര്യം എന്തായിരിക്കും? ഫർള് തന്നെ ചിലർ എപ്പോഴെങ്കിലും ചെയ്യുന്നവരുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറയുമ്പോൾ സുബഹി നിസ്കാരം ഒരു ഉദാഹരണം പറയാം. ആദ്യം പറഞ്ഞ് സുന്നത്തിൻ്റെ കാര്യം കേട്ടോ, അതിനിപ്പം നിർബന്ധിച്ചല്ല നബി തിരുമേനി പറഞ്ഞു, അതെന്നെ പതിവായി ചെയ്യാണ് ഏറ്റവും നല്ലത് പറഞ്ഞു. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ എടുത്താൽ ഫർളായ കാര്യം തന്നെ അവരത് റമദാനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ ചിലർ അത് പിന്നെ ഇടക്കിടക്ക് ഒഴിവാക്കുന്നവർ സമൂഹത്തിലില്ലേ? ശരിക്ക് പൊതുവെ നിസ്കാരം സുബഹിക്കാകുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ
അപകടം കൂടും. അവിടെയാണ് പലരും ശ്രദ്ധ കുറയുന്നത്. അപ്പൊ ചിലരത് ഒഴിവാക്കുന്നവരുണ്ട്, വേറെ ചിലർ സമയം തെറ്റിച്ച് നിസ്കരിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. സൂര്യ ഉദിച്ചാൽ പിന്നെ അതിന് സമയം കഴിഞ്ഞു പോയി, അതതിൻ്റെ മുമ്പാണ് നിർവഹിക്കേണ്ടത്. വേറൊന്ന്, പുരുഷന്മാരാണെങ്കിൽ അത് പള്ളി വെച്ച് നിർവഹിക്കാനുള്ള അതിൻ്റെ കാര്യം. അവർക്ക് ആ നേരം വരാൻ കഴിയുന്നില്ല, ഉറങ്ങാണ്. ബാങ്ക് കേട്ടാലും നമ്മുടെ മനസ്സ് നമ്മോട് പറയും പോകണ്ട പറയും, അല്ലെങ്കിൽ പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും, അതവരിങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പലരുണ്ട്. ഇതൊന്ന് തന്നിഷ്ടത്തെ പിന്തുടരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിശാചിന്റെ ദുർബോധനത്തിന് കീഴ്പ്പെട്ടത് കൊണ്ട്. അപ്പൊ പലരും അതിൽ പെടുന്നുണ്ട്, പിശാചിന്റെ ദുർബോധനത്തിൽ പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പള്ളികളിൽ പ്രത്യേകിച്ച് സുബഹിന്റെ സമയത്ത് ജനങ്ങൾ കുറയുന്നത്. ഒരാള് ഒരു പള്ളിയിലെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ഏത് റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൊഫന് തികയാത്ത ഒരു ഫോട്ടോ. അതിന്റെ മുമ്പ് പള്ളി നിറഞ്ഞിരിക്കുക റമദാനിൽ. അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തു. എന്താണത്? ദഹബല്ലയോ, വിരുന്നുകാരൊക്കെ പോയി, ബഖിയല്ലാഹി, ഇനി കുടുംബക്കാർ മാത്രം ബാക്കിയായി, വീട്ടുകാർ ബാക്കിയായി, അതിഥികളൊക്കെ പോയി. അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തതായിരുന്നു. വാസ്തവത്തിൽ പല പള്ളികളും ഇങ്ങനെയല്ലേ. പ്രത്യേക ഒരു കാലം വന്നപ്പോൾ പിന്നെ ആ കാലം പോയപ്പോൾ മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഇത്തരം വിഷയങ്ങൾ അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. സുബഹി നിസ്കാരത്തിന്റെ ഗൗരവം, അതിന്റെ പ്രതിഫലം ഒന്നുകിൽ അറിയില്ല, അല്ലെങ്കിൽ അതിൽ വിശ്വാസം ഉണ്ടാവില്ല. ഉണ്ടാലൊന്നല്ല സംഭവിക്കുക. വിശ്വാസം ശരിക്കുണ്ടെങ്കിൽ ഒരാ നേരം കിടന്നുറങ്ങൂല, ബാങ്ക് കേൾക്കുമ്പോൾ ഒരിക്കലും ഉറങ്ങൂല. നബി തിരുമേനി പറഞ്ഞത്, അള്ളാഹുവിന്റെ 2 വിഭാഗം മലക്കുകൾ സുബഹിന്റെ നേരത്തൊന്ന് വരും, എസറിന്റെ നേരത്ത് വരും. അന്നേരം രാവിലെ വരും, വൈകുന്നേരം. 2 കൂടെ സന്ധിക്കുന്ന സമയമാണ് സുബഹി നിസ്കാരത്തിന്റെ സമയവും എസർ നിസ്കാരത്തിന്റെ സമയവും. അവർ വന്നിട്ട് മുകളിൽ പോയി റിപ്പോർട്ട് കൊടുക്കും അള്ളാഹ്ക്ക് നമ്മളെ പറ്റി. എത്ര മലക്കുകളാണ്, കണ്ടമാനം മലക്കുകൾ. ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് ആൾക്കാർ. ആ സമയമാണ് നമ്മൾ കടന്നുറങ്ങിയിട്ട് തീർക്കുന്നത്. എത്ര നല്ല കാര്യം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിർ അൽ മശായിന ഫിൽ ഉലം ഇലൽ മസാജിദ് ബിന്നൂരി താം യൗമൽ ഖിയാമ. ഇരുട്ട് സമയത്ത് പള്ളികളിലേക്ക് പോകുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവർക്ക് മഹ്ശറ ലോകത്ത് പൂർണ്ണമായ പ്രകാശമുണ്ടാകും. അവരുടെ പ്രകാശത്തെപ്പറ്റി ഖുർആൻ സൂറത്ത് തഹരീമിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് ഹദീദിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രകാശം വളരെ അത്യാവശ്യമുള്ള സമയത്തുള്ള പ്രകാശമാണ്. യസ്അ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. അവരുടെ മുമ്പിലൂടെ, അവരുടെ വലതുഭാഗങ്ങളിലൊക്കെ ആ പ്രകാശം അതിങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും, സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇത് കിട്ടാത്തവരുണ്ടല്ലോ, ഇതിനൊന്നും താല്പര്യമില്ലാതെ ഈ സമയം, വിലപ്പെട്ട സമയം കളയുന്നവര്, അവരാ സമയം കൂരിരുട്ടിലായിരിക്കും പരലോകത്ത്. അവരകലങ്ങളിലുള്ള ഈ വെളിച്ചം കാണുമ്പോൾ അവരിങ്ങ് ചോദിക്കും, ഉള്ളൂറൂന ഒന്ന് കാത്തു നിൽക്കണേ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശം ഞങ്ങളൊന്ന് പിടിച്ചെടുക്കട്ടെ എന്ന് പറയും. പക്ഷെ അവർക്കതിന് അവസരം കിട്ടൂല. അവര് നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരാണ്. ഭേദ വേണ്ടിയെന്ന് നമുക്ക് തീരുമാനിക്കേണ്ട സമയമല്ലേ ഇവിടെ. എങ്ങനെയാ പിന്നെ ആ നേരം കടന്നുറങ്ങല് വീട്ടില്? ഇവരൊക്കെ എന്ത് തരം മുസ്ലിങ്ങളെങ്കിലും ആലോചിച്ച് നോക്ക്. നമ്മൾ പറയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫർള് നിസ്കാരത്തിന്റെ സമയത്ത് പ്രത്യേക ഉദറില്ലാതെ പിന്നെ നിസ്കരിക്കാതെ നിൽക്കുന്ന മനുഷ്യന്മാര്, അവരെന്ത് തരം മുസ്ലിങ്ങളാണ്? പേരിന് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകും. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും. സ്വർഗത്തിലെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും കുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന സംഭവമാണ് റബ്ബിനെ കാണുക എന്നത്. അപ്പൊ ഒരു 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണിച്ചിട്ട് നബി തിരുമേനി പറയാ, ഇതുപോലെ നിങ്ങൾ കാണും, യാതൊരു മറവുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റും, റബ്ബിനെ കാണാൻ പറ്റും. അതുകൊണ്ട് കാണണമെങ്കിൽ അവരുടെ വിശേഷണം പിന്നെ പറഞ്ഞെന്തെന്നറിയോ? പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞെന്താണെന്നറിയോ?
ഫൈനിസ്തതാഅ്തും അല്ലാ തഗ്രിബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂൽ ഫജ്ർ വഖബ്ല ഗുറൂബിഹാ. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പുള്ള 2 നിസ്കാരം ഉണ്ടല്ലോ. ഒന്ന് സുബഹി നിസ്കാരം, അതിൽ നിങ്ങൾ പരാജയപ്പെടരുത്, അത് സമയത്ത് തന്നെ നിർവഹിക്കണം. അതുപോലെ അസ്ർ നമസ്കാരം, അത് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ഓരോന്നിനോ സമയമുണ്ട്, ആ സമയത്ത് നിർവഹിക്കണം. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയവര് പിന്നെ ആ സമയം കടന്നുറങ്ങും. നിങ്ങൾ പറയാം, അല്ലെങ്കിൽ അവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല എന്നല്ലേ ഇതിനർത്ഥം. അത്ര വലിയ കാര്യങ്ങൾ. അതുകൊണ്ട് അതിനൊക്കെ വരാത്തവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? ഒരിക്കൽ പറഞ്ഞത്, ലഖദ് ഹമംതു അൻ ആമറ റജുലൻ ഫഉഹർരിഖ അലൈഹിം ബുയൂതഹും. പള്ളിയിൽ ജമാഅത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ചിലര് പള്ളിയിൽ വരാത്തവരുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, ഞാൻ വിചാരിച്ചു, ഞാനിവിടെ നിസ്കാരത്തിന് ഒരാളെ ഇമാമ് നിർത്തിയിട്ട് ഞാൻ അവരുടെ വീടുകളിൽ പോയി അവരുടെ വീടുകൾ കത്തിച്ചു കളഞ്ഞാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഒരു കാരണമില്ലാതെ വീട്ടിലിരിക്കുകയാണ്, വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ മഹത്വത്തെ പറ്റി ഒരു ബോധവുമില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് വിശ്വാസം ഉണ്ടാവില്ല. പേരിന് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുകയായിരിക്കും. അങ്ങനെയല്ല ഇതിന് മനസ്സിലാക്കാവുന്നത്. ഏതായാലും അതിന്റെ അപകടമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. വേറൊന്ന് പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിലാണ് നബി പറയുന്നത്. ഇതൊന്നും കേട്ടാൽ പിന്നെ ഫർദിന്റെ നേരത്ത് പള്ളിയിൽ താനാണ് വരൂല്, വരാതെക്കൂല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്നത്ത് തന്നെ പതിവാക്കൽ. അപ്പൊ ഫർദിന്റെ കാര്യത്തിൽ ആൾക്കാർക്ക് ഈ അശ്രദ്ധ വന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്തവരെ പറ്റി പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലൗ യഅലമു അഹദുഹും അന്നഹു യജിദു അർക്കൻ സമീനൻ. ആ പള്ളിയിൽ വരാത്തവരുണ്ടല്ലോ, അവര് പള്ളി വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നുകിൽ ഒരു എല്ലിന്റെ കഷ്ണം കിട്ടുമെന്ന് വിചാരിക്കുക. എല്ലിന്റെ കഷ്ണം, അല്ലെങ്കിൽ എല്ലിൽ കുറച്ച് മാംസം, അതിനൊക്കെയാണ് അറക്ക് എന്ന് പറയാം. പള്ളിയിൽ അങ്ങനെ ഒരു ലേശം എന്തോ കൊടുക്കുന്നുണ്ട് കണ്ടാൽ അവരവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഏതിനാ വില കൊടുക്കുന്നത്? പരലോകത്തിൽ ഈ പറയപ്പെട്ട ജമാഅത്ത് നിസ്കാരത്തിന് എന്തെല്ലാം കൂലിണ്ടാ, ചിലത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആ കാര്യമൊന്നും അവർക്കില്ല. നേരെ മറിച്ച് പള്ളിയിൽ നിന്ന് വന്നവർക്ക് ഒരു 10 രൂപ കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ പള്ളി നിറഞ്ഞു കവിയും. നബി തിരുമേനി പറയാണ്, മനുഷ്യർ ഈ ദുനിയാവിന്റെ പിന്നാലെയാണ്. കല്ലാബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ഈ ഐഹിക ലോകമാണ് ഇഷ്ടപ്പെടുന്നത്. തദറുൽ ആഖിറ, പരലോകത്തെ ഒഴിവാക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പെടണോ? ഈ കുറഞ്ഞ കാലയളവിൽ എന്തെല്ലാം നേടിയെടുക്കാനുള്ള സമയമാണ് മനുഷ്യന്മാർക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 5 നേരത്തെ നമസ്കാരം പതിവായി ചെയ്യുക എന്നുള്ളതാണ്. ആ ഹദീസിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിന്നെ എങ്ങനെയാണ്, ഔ മിർമാതൈനി ഹസനതൈനി. മിർമാതൈനി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആടിന്റെ കുളമ്പിന്റെ ഇടയിൽ എന്തുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു കാര്യം. പള്ളിയിൽ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാൽ പിന്നെ പള്ളി നിറഞ്ഞു കവിയും. അതിനുവേണ്ടി വരി നിൽക്കുക ആൾക്കാര്. നേരെ മറിച്ച് അതിനേക്കാളൊക്കെ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ നമസ്കാരത്തിന് വേണ്ടി നൽകപ്പെടുന്നത്. ഈ കാര്യത്തെപ്പറ്റി അവർക്ക് ബോധമില്ല. ഇത്തരം ആൾക്കാരെ പറ്റി നബി വ്യംഗ്യമായി സൂചിപ്പിച്ചെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉബയ്യ് ഇബ്നു കഅബ് പറയാൻ, സല്ലബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അസ്സുബ്ഹ്. ഒരിക്കൽ സുബഹി നിസ്കരിച്ചു നബി. എന്നിട്ട് പറയാണ്, അശാഹിദൻ ഫുലാൻ. ചില ആൾക്കാരെ പേര് പറയാം, അയാൾ വന്നോ? അവർ വന്നിട്ടില്ല, പള്ളിയിൽ ജമാഅത്തിന് എത്തിയിട്ടില്ല. അടുത്ത ചോദ്യം, അശാഹിദും ഫുലാൻ, മറ്റേയാള്, അയാളുടെ പേര് പറഞ്ഞു, അയാൾ വന്നോന്ന് ചോദിച്ചു. വന്നിട്ടില്ല പ്രവാചകരെ പറഞ്ഞു. അപ്പൊ റസൂൽ ഇങ്ങനെ നിരീക്ഷിക്കണം ആരൊക്കെ പള്ളി വന്നത് സുബൈക്ക്. ആ സമയം ചില പേര് ചോദിക്കണം, അവര് വന്നോ? ചിലപ്പോൾ നിസ്കരിച്ച് സലാം വിട്ട് ഉടനെ പോയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ഒരു ഹാജരായിരുന്നോ? നബി പറഞ്ഞു, അവർ ജനങ്ങൾ പറഞ്ഞു അവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോഴാണ് നബി പറഞ്ഞൊരു വാചകം, നേരത്തെ പറഞ്ഞ മനസ്സിൽ തട്ടുന്ന വാചകം, ഇന്നഹാത്തൈനി സ്വലാത്തൈനി, ഈ 2 നമസ്കാരവും എന്താണ് സുബഹിയും ഇശാവും, അസ്കലു സ്വലവാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരം പിടിച്ച നിസ്കാരമാണ്. നേർക്കുനേരം മുനാഫിക്ക് എന്ന് പറയാതെ വ്യംഗ്യമായ രൂപത്തില് മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരം പിടിച്ച നിസ്കാരമാണ് സുബഹി ജമാഅത്തും ഇശാവിന്റെ ജമാഅത്തും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ റസൂൽ തിരുമേനി പോലും അങ്ങനെ പറഞ്ഞ ആ ഗണത്തിലാണ് നമ്മൾ പെടേണ്ടത്. ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് പ്രത്യേകിച്ച് സുബഹിക്കൊക്കെ പള്ളി കാണുന്നില്ലെങ്കിൽ അവരെ പറ്റിയൊക്കെ വിചാരിക്കാവുന്ന കാര്യം ഈ പറയണേ. ഇത് റസൂല് പറഞ്ഞല്ലോ, മുനാഫിക്കുകൾ നേർക്ക് നേരെ പറയാതെ
ദീർഘനേരമൊന്നും റസൂൽ അങ്ങനെ പറയില്ല, മനസ്സിലാക്കുന്ന കോലത്തിൽ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഈ കാര്യം തന്നെ പറയാണ്. എന്താ പറഞ്ഞത്? കുന്നാ ഇദാ ഫഖദന റജുല ഫിൽ ഫജ്ർ വൽ ഇശാ. നാട്ടിലെ മനുഷ്യന്മാരും ഈ നാട്ടിലുള്ളവരൊക്കെ ഈ പള്ളി വരണമെന്ന കണക്ക്, മനസ്സിലായോ? എവിടെയാണോ ഓരോ പള്ളി അവിടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾക്ക് ഇശാവിനും സുബൈക്കും പള്ളിയിൽ ചിലർ കണ്ടിട്ടില്ലെങ്കിൽ എന്താ ഞങ്ങൾ ചെയ്യാന്നറിയോ? അസൈനാബിഹുൻ, ഞങ്ങൾക്ക് അവനെ പറ്റിയുള്ള വിചാരം വളരെ മോശമായിരിക്കും. അത് മാന്യായിട്ടാ പറയണേ. നേരത്തെ റസൂൽ തിരുമേനി വ്യംഗ്യമായി സൂചിപ്പിച്ചല്ലോ, അവർക്ക് ഞങ്ങളെ പറ്റിയുള്ള മനസ്സിൽ അവരെ പറ്റിയുള്ള പ്രതീക്ഷയൊക്കെ തകർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്ര പ്രധാനമാണ് ഈ കാര്യം. 5 നേരത്തെ നമസ്കാരം അത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരും നമുക്കറിയാം, ചിലരെന്താ വരാത്തറിയോ? രാത്രി വളരെ വൈകി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അത് നല്ല കാര്യത്തിനൊന്നല്ല, നല്ല കാര്യത്തിനൊന്നല്ല ഉറക്കൊഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് ഇശാന് ശേഷം അനാവശ്യമായി സംസാരിച്ചിരുന്ന നേരം കളയുന്നത്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, വളരെ ഉന്മേഷം ഉണ്ടാവും. എന്നാൽ തിന്മകൾ ചെയ്തിട്ട് ഉറക്കൊഴിക്കുന്നവരുണ്ട്. എന്നാൽ തിന്മകൾ ചെയ്യാതെ ഉറക്കൊഴിച്ചിട്ട് എന്നിട്ട് ഒരു ദിവസം സുബൈ ജമാഅത്ത് നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്. മുമ്പ് സുലൈമാൻ ബിൻ അബി ഹസ്മ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തെ പള്ളി കണ്ടിട്ടില്ല. അപ്പൊ അന്ന് അങ്ങാടി കൂടെ നടന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പള്ളി കാണാത്ത സുലൈമാൻ എന്ന ആളുടെ വീട്ടിലൊന്ന് പോയി വെക്കുക, അന്വേഷിക്കുകയാണ്. ഇന്ന് സുബൈ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മയാണുള്ളത്. അപ്പൊ ഉമ്മയോട് നിങ്ങളുടെ മകനെന്ന് പള്ളി കണ്ടിട്ടില്ല സുബൈക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ഉറപ്പിച്ച് നിസ്കരിച്ചു, അപ്പോ സുബൈന്റെ നേരം കണ്ണു മാളിപ്പോയതാണ്. അപ്പൊ നല്ലത് ചെയ്തിട്ടാണ് ഉറക്ക് പോയത്. അതിനും ഉമർ ഖത്താബിന്റെ മറുപടി എന്തെന്നറിയോ? ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സുബൈക്ക് ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ്. അപ്പൊ സുന്നത്ത് നല്ല കാര്യം ചെയ്തിട്ട് അപ്പൊ പറയണേ. എന്നാൽ ഇന്നത്തെ ആൾക്കാർ ഉറക്കൊഴിക്കുന്നത് ഏത് വിഷയത്തിലാണ്? നമ്മൾ നല്ല ആലോചിക്കണം. നമ്മളെ മുസ്ലിങ്ങൾ ഇങ്ങനെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് പരീക്ഷണമുണ്ടോ, പ്രശ്നമുണ്ടോ, അമേരിക്ക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നമ്മളാരാണ്? മറ്റുള്ളവരെ തിന്മകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഈ ദീനുമായി നമ്മുടെ ബന്ധം ശരിക്കാലോചിക്കണം. ഞാൻ പറഞ്ഞത് റമദാൻ മാസത്തിന്റെ വിഷയം മാത്രമല്ല, റമദാൻ കഴിഞ്ഞ ഫർളൊക്കെ എന്നും പതിവാക്കേണ്ട വിഷയങ്ങളാണ്. അത് 5 സ്വലവാത്ത് ഫിൽ ലൈലത്തി ഫിൽ യൗമി വൽ ലൈല, അങ്ങനെയാണ് ഫർള്. ഒരു ദിവസം 5 നേരത്തെ നിസ്കാരം അത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കുക. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ ഓതിയ വചനം അതിന്റെ അർത്ഥം എന്ന് പറയാം. അഖിമിസ്സലാ, നിസ്കാരം പതിവാക്കുക. ഇഖാമത്തുസ് സ്വലാത്ത് എപ്പോഴെങ്കിലും അല്ല, നിസ്കാരം പതിവാക്കുക. 5 നേരത്തെ നിസ്കാരമാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ലിദുലൂക്കി ശംസ് ഇലാ വസഖിൽ ലൈൽ എന്നാണ്. സൂര്യൻ മധ്യത്ത് തെറ്റിയിട്ട് ആ ഇരുട്ട് വരെ എന്നാണ്. അതിൽ ളുഹറും അസറും, ഇത് ഇരുട്ടാകുന്നത് വരെ. പിന്നെ ഖുർആനൽ ഫജ്ർ. അപ്പൊ ദുലൂക്കി ശംസ് ഇലാ വസഖിൽ ലൈൽ, ദുലൂക്ക് ശംസിലാണ് സൂര്യൻ മധ്യത്ത് നിന്ന് തെറ്റിയാൽ പിന്നെ ഉള്ള നിസ്കാരമാണ് ളുഹറും അസറും. പിന്നെ വസഖുൽ രാത്രിയായുള്ളതാണ് മഗ്രിബും ഇശാവും. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ സുബൈ വാക്കേണ്ടതാ ഖുർആനൽ ഫജ്ർ. ഖുർആനൽ ഫജ്ർ എന്ന ഫജ്ർ നമസ്കാരം എന്ന കാര്യം നല്ലോണം ഖുർആൻ ഓതുന്നതാണ്. ഖുർആനൽ ഫജ്ർ എന്നിട്ട് പറയാം, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ആ ഫജ്റിന്റെ നിസ്കാരം ആ സമയത്തുള്ള ഓത്തുണ്ടല്ലോ, അതിന് ഹാജറാവും, കണ്ടമാനം മലക്കുകൾ ഉണ്ടാവും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 5 നേരം എപ്പോഴെങ്കിലും ചെയ്യല്ല, പതിവാക്കുക. മരിക്കുന്നത് വരെ പതിവാക്കുക എന്നാ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഈ കാര്യം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ചിട്ട് ഉപദേശിച്ച, യാ ബുനയ്യ, എന്റെ മകനെ, അഖീമിസ്സലാ, നിസ്കാരം പതിവായി നിർവഹിക്കണം. എപ്പോഴേ ചെല്ലുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണും, എപ്പോഴും ചെയ്യുന്നത് പതിവാക്കണം എന്ന്.
ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെയും ഭാര്യനെയും മക്കയെ കൊണ്ടുപോയി ആക്കിയിട്ട് പിന്നെ പറഞ്ഞെന്താ മാറി നിന്നിട്ട് റബ്ബനാ ലിയുഖീമുസ്സലാ, അല്ലാഹു അവർ നമസ്കാരം പതിവായി നിർവഹിക്കാൻ വേണ്ടിയും നല്ലൊരു കേന്ദ്രത്തിൽ കൊണ്ടേക്കാം. പാടുന്നില്ലെങ്കിൽ അവിടെ ആൾക്കാർ വരാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പതിവായി നിസ്കരിക്കാൻ എപ്പോഴെങ്കിലും അല്ല. ഈസാ അലൈഹിസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചെന്നറിയോ? വൗസാനി, അള്ളാഹു എനിക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ബിസ്വലാത്തി വസ്സക്കാത്ത്, ഞാൻ നിസ്കരിക്കണം, നോമ്പ് കൊടുക്കണം, അല്ല സക്കാത്ത് കൊടുക്കണം. മാതും തുഹയ്യ, എനിക്ക് ജീവനുള്ളയിടത്തോളം കാര്യം എന്നും മാതും തുഹയ്യാറുന്നത് മരിക്കുന്നത് വരെ നിസ്കരിക്കാൻ പതിവാക്കി ചെയ്യുക. അപ്പൊ ഈ രൂപത്തിൽ പതിവായി നിർവഹിക്കാനാണ് നമ്മോട് പറയണത്. ഈ വിഷയത്തിൽ അശ്രദ്ധ വരരുത്. ഈ വിഷയത്തിൽ തെറ്റ് വന്നു പോയാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ഫർള് നിസ്കാരത്തിന്റെ കാര്യം മാത്രം, അത് നമ്മൾ പറഞ്ഞ പുരുഷന്മാരൊക്കെ ശരിക്കും അവർക്ക് യാത്രയോ വേറെ രോഗമോ ഉദറോയോ ഒന്നുമില്ലെങ്കിൽ ഇവിടെ വെച്ചാൽ ഉദറാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഉദറാക്കാൻ പറ്റൂല. ഇവര് മസൂർ അലി പറഞ്ഞില്ലേ, നബിയുടെ കാലത്ത് നടക്കാൻ വയ്യാത്തവരെന്ത് ചെയ്യും? രണ്ടാൾക്കാരോട് ചുമലിൽ പിടിച്ചിട്ട് ഒരു സൊഫ് കൊണ്ടുപോയി നിർത്തും. നമുക്ക് ഈ ഉതിർ പറയുന്നുണ്ട്, ഉതിർ അവർക്ക് വേറെന്തിനൊക്കെ പലതും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിന് മാത്രം അവർക്ക് അസുഖമാണ്, വേറെയാണ് പ്രശ്നം എന്നൊക്കെ പറയണല്ലോ. അതേസമയം വേറൊരു കാര്യത്തിനാണെങ്കിൽ ഒരു നേരത്തെ എഴുന്നേറ്റ് പോകും, അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഉദറാണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മളത് പള്ളി വന്ന് നിർവഹിക്കും. ഓരോ നിസ്കാരവും പ്രത്യേകിച്ച് പുരുഷന്മാരെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് അത് ചെയ്യാം. മുമ്പുള്ളവരൊക്കെ അങ്ങനെ ചെയ്തതാണ്. അവരൊക്കെ നമ്മളെക്കാൾ കൊല്ലം ചെയ്യും. 950 കൊല്ലം നബി ചെയ്ത പണിയപ്പത്. നമുക്ക് ആകെ 60-70 ഇടക്കുള്ള കാലമുണ്ട്. മരിക്കണത് വരെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം എത്രയോ കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ മരിക്കുന്നത് വരെ ഇതിങ്ങനെ ചെയ്തു പോകാം. കുറച്ചുകാലം ചെയ്ത് കുറച്ചുകാലം നിർത്തിക്കണ പരിപാടിയല്ലത്. അതുകൊണ്ട് ഇസ്ലാം ഫർളാക്കി. ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തെ വിഷയമാണ് 5 നേരം നിസ്കാരം. അത് മുറപ്രകാരം നിർവഹിക്കണം. അതിന് നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാം അവരിഷ്ടപ്പെട്ട അമലുകൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്ത് മുന്നേറാനുള്ള അനുഗ്രഹം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.